ഈ ഒരു വീഡിയോ ഇപ്പോൾ രാത്രി 10:30 മണിക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്നോ എത്ര പേര് ഈ ഒരു വീഡിയോ കാണുമെന്നോ എനിക്കറിയില്ല. കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും അതികായനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സലീം കുമാർ. അദ്ദേഹം ഇന്ന് അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹമായിട്ട് പേഴ്സണലി എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ട് റിലേഷൻ ഉണ്ട്. എൻ്റെ ഫാദറിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരും. ഞങ്ങളുടെ ഫാമിലിയൊക്കെ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ ഒരു റീസൺ, അതായത് മീഡിയ, നമ്മുടെ കേരളത്തിലെ ഓരോരോ മീഡിയ, നമ്മുടെ ചാനൽ, ഓൺലൈൻ മീഡിയാസ് എല്ലാം ഇന്ന് ആ ഒരു മരണ വീട്ടിൽ കാണിച്ചു കൂട്ടിയ ചില തന്തയില്ലായ്മയുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിനകത്ത് ഒരു നാണക്കേടും ഒരു മോശക്കേടും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ഒരു സലീം കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒന്ന് അവസാന സമയങ്ങളിലൊന്ന് കൂടെ സമാധാനമായിട്ടിരിക്കാനായിട്ട് ഈ പറയുന്ന മീഡിയക്കാർ സമ്മതിച്ചിട്ടില്ല. എന്ത് മോശം പ്രവൃത്തിയാണെന്നറിയോ ഇന്ന് അവിടെ കാണിച്ചു കൂട്ടിയത്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി VD സതീശൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് കുറച്ചു പേരെങ്കിലും ഒന്ന് മാറിയുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു എല്ലാത്തിനും ഒന്ന് പിടിച്ച് മാറ്റി കൊടുക്കണോ, ആ ഒരു ഫാമിലി അദ്ദേഹത്തിനോടൊപ്പം അവസാന നേരം കുറച്ചു നേരം ഒന്ന് നിന്നോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പോലീസുകാർ കുറേ പേരെ ഉന്തിത്തള്ളി മാറ്റി. അതുപോലെ തന്നെ സലീം കുമാർ, ചന്തു ഏറ്റവും ഷൗട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചന്തുവിൻ്റെ അങ്ങനെ ഒരു വീഡിയോ. എത്ര പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ പങ്കുവെച്ചതെന്നറിയോ? ചന്തുവിന് സഹി കെട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആരോമലും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് നിന്ന് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ചന്തുവിനാണെങ്കിൽ ദേഷ്യവും ആ ഒരു സങ്കടവും എല്ലാം കൂടി ആയിട്ട് ആ ഒരു പയ്യന് ആ ഒരു അച്ഛൻ്റെ കൂടെയുള്ള അവസാന സമയങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് കൂടി ഇരിക്കാൻ പോലും ഇവർ സമ്മതിച്ചിട്ടില്ല. പോലീസുകാർ അന്ത്യോപചാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ഇടയിൽ കൂടി ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര മോശം പ്രവർത്തികളാണ് ഇന്നത്തെ മീഡിയ കാണിച്ചു കൂട്ടിയത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കുറേ വ്യൂസ് കിട്ടിയിട്ട് അങ്ങനെ തിന്നുന്ന ആ ഒരു പൈസക്ക് എന്ത് 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 വാല്യൂ ആണുള്ളത്? ഒരാളുടെ സന്തോഷം ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു സങ്കടത്തിൽ ഇത്രയും മോശമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ആ ഒരു മക്കൾക്ക് ആ ഒരു അച്ഛനോടൊപ്പം അവസാനം ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സമയമൊക്കെ ഇത്രയും മോശമായിട്ട് ഇതാക്കിയിട്ട് എന്ത് കാര്യമിരിക്കുന്നു? ചന്തുവൊക്കെ ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഇത് തൊട്ടടുത്ത് നിന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കാരണം ഈ ഒരു ഓൺലൈൻ മീഡിയാസ് ഏറ്റവും കൂടുതൽ ആ ഒരു കോണ്ടന്റിന് വാല്യൂ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ചന്തുവിൻ്റെയും അവരുടെ ഫാമിലീസിൻ്റെയും അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരുപാട് തിക്കും തിരക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു ഫാമിലിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരുന്നത്. ഒരിക്കലും ഒരു സ്ഥലത്തും മീഡിയ ഇത്തരത്തിൽ ചെയ്യരുത്. നിങ്ങളുടെ കണ്ടന്റിന്റെ വാല്യൂ കൂട്ടാനും അവിടുത്തെ ക്ലിപ്സ് കിട്ടാനും എന്ത് ക്ലിപ്സാണ് നിനക്ക് കിട്ടേണ്ടത്? ഈ പറയുന്ന പോലെ സലീം കുമാറിനെ പോലൊരു ആക്ടർ, അദ്ദേഹം അന്തരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സങ്കടമോ ഈ കണ്ണീരാണോ നിങ്ങൾക്ക് കിട്ടേണ്ട ക്ലിപ്സ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൺലൈൻ മീഡിയാസ് ഭയങ്കര മോശമായിട്ടാണ് കാണിച്ചു കൂട്ടിയത്. ഈ ഒരു മീഡിയ പ്രവർത്തകർക്കൊക്കെ അവിടെ കൃത്യമായിട്ട് വീഡിയോസ് എടുക്കാനും അവരുടെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ കൃത്യമായിട്ടൊരു സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാമിലിയുടെ ആ ഒരു വ്യക്തിക്കൊപ്പം അവസാനമായിട്ടിരിക്കുന്ന കുറച്ച് സമയങ്ങൾ അവരുടെ ഒരു ഇമോഷൻ മനസ്സിലാക്കാത്ത രീതിയിൽ ഭയങ്കര മോശമായിട്ടാണ് ഇന്ന് മീഡിയ ഭയങ്കരമായിട്ട് ആ ഒരു അന്ത്യോപചാര ചടങ്ങുകളിൽ ഇടപെട്ടത്. ഒരിക്കലും ഇനി എവിടെയും ഇത് ആവർത്തിക്കാനായിട്ട് പാടില്ല. മീഡിയക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഗ്യാപ്പ് എപ്പോഴും പാലിക്കണം. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കണം. ഒരു ഗ്യാപ്പ് ഇട്ട് മാത്രം നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് മതിയെന്നേ. ഈ പറയുന്ന ശവശരീരവും ഈ പറയുന്ന മറ്റുള്ള ആളുകളുടെ കണ്ണീരുകളും അവരുടെ ആ ഒരു ഇമോഷനൊക്കെ എടുത്ത് വീഡിയോസ് ആക്കി വിറ്റിട്ട് എന്തിനാ? അങ്ങനെ കിട്ടുന്ന പൈസക്ക് ഒരു വാല്യൂ ഇല്ലാന്നേ. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാളെ തൊട്ട് ഒരുപാട് പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ ഇതായിരിക്കും പ്രധാന വാർത്ത. ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് ഇന്ന് ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാനും ഒത്തിരി വീഡിയോസ് എടുക്കുന്ന വ്യക്തിയാണ്. ഒരു വീഡിയോ പോലും ഞാൻ ഇന്ന് അവിടെ പോയിട്ട് എൻ്റെ ഫോൺ ഓൺ ആക്കി എടുത്തില്ല. ഞാൻ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. ഈ പറയുന്ന എത്ര ആക്ടേഴ്സ് വന്നു, എത്ര സെലിബ്രിറ്റീസ് വന്നു, എല്ലാവരും തൊട്ടടുത്തേ കൂടി പോയപ്പോൾ പോലും ഒരു വീഡിയോ പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഒരു വീഡിയോ ഒന്നല്ല, എൻ്റെ ഫോണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരാളുടെ ഇമോഷൻ മനസ്സിലാക്കി അത് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓൺലൈൻ മീഡിയാസ് ഇന്ന് പ്രവർത്തിച്ചതുപോലെ ഇനിയൊരു സ്ഥലങ്ങളിലും പ്രവർത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം പറയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്